ഒരിക്കല് തുർക്കിയിലെ തെരുവ് ഇങ്ങനെ ആളുകളാൽ നിറഞ്ഞു വരുന്നൊരു സമയമാണ്, പ്രഭാത സമയം. തുർക്കിയിലെ ഒരു തെരുവില് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോണ്ട് റോഡിന്റെ നടുക്ക് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എരമത്ത് റോട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുക? ആരാണെന്ന് നോക്കും, വേഗം തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റും. ഇത് ആളുകളൊക്കെ ഇങ്ങനെ വന്നു നോക്കുമ്പോൾ ഇയാളുടെ മുഖം കാണുമ്പോഴേക്ക് അറപ്പോടെ മുഖം തിരിച്ചു കളയാൻ ഒരാളും തൊടുന്നില്ല മനുഷ്യനെ. അപ്പോഴാണ് ആ നാടിന്റെ ഖലീഫയായ ഉസ്മാനി ഖിലാഫത്തിലെ ചക്രവർത്തിയായ സുലൈമാനുൽ ഖാനൂനി വേഷം മാറിയിട്ട് ജനങ്ങളുടെ വിഷയം പഠിക്കാനൊക്കെ രാവിലെ വരുന്നത്. അതിരാവിലെ വന്നിരിക്കണം അദ്ദേഹം. അപ്പൊ മൂപ്പരിങ്ങനെ നോക്കുമ്പോണ്ട് നടുറോട്ടിൽ ഒരു മനുഷ്യൻ കിടന്നിട്ട് ഒരാളും തിരിഞ്ഞു നോക്കണില്ല. ആ ഒരു സങ്കടത്തോടുകൂടെ അല്പം ദേഷ്യം കലർന്ന സ്വരത്തിൽ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഹൂദ് നബി ചോദിച്ചതുപോലെ, ലൂത്ത് നബി ചോദിച്ചതുപോലെ, അലൈസ മിൻകും റജുലുൻ റഷീദ്, ഒരൊറ്റ മാന്യനായ മനുഷ്യൻ ഇവിടെ ഇല്ലടാ? ഈ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കണം കണ്ടിട്ട് അയാളൊന്ന് മാറ്റിക്കിടത്താൻ പോലും നിങ്ങളിൽ ഒരു മാന്യനില്ലേ? അപ്പൊ ആളുകൾ പറഞ്ഞു, തനിക്ക് ഞങ്ങൾ അറിയാത്തതുകൊണ്ടാണ് അല്ലേ, ഇത് രാജാവാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ, വരത്തന്മാർക്ക് ഇതറിയില്ല, ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും വൃത്തികെട്ടവന്റെ മയ്യത്താണ്, ഞങ്ങൾ തൊടൂല. എന്ത് വൃത്തികെട്ടവെന്ന് പറയാൻ കാരണം, ഈ മനുഷ്യൻ കയറാത്ത ഒരൊറ്റ വേശ്യാലയവും ഇവിടെ ഇല്ല, ഇയാൾ കയറിപ്പോകാത്ത ഒരൊറ്റ മദ്യശാലയും ഇവിടെ ഇല്ല. അങ്ങനെ ഒരു വൃത്തികെട്ടവനെ ഞങ്ങളുടെ കൈ കൊണ്ട് തൊടൂല, അറപ്പാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. സംഗതി സുലൈമാനുൽ ഖാനൂനി ഖലീഫയാണല്ലോ. അപ്പൊ അദ്ദേഹം കൂടെ വന്നവരോട് പറഞ്ഞു, നാട്ടുകാരെങ്ങനെ പറഞ്ഞാലും നമുക്ക് ബാധ്യതയുണ്ട്. അദ്ദേഹം ആ മനുഷ്യന്റെ വീടൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ആ മനുഷ്യന്റെ മയ്യത്തും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ. സ്വാഭാവികമാണല്ലോ, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പിന്നിൽ നിന്ന് ഭാര്യ ഓടി വരുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് കാണുമ്പോൾ അവളിങ്ങനെ അലറിക്കരയുന്നുണ്ട്. അപ്പൊ അന്ന് ഖലീഫ പറയാണ്, മോളെ, ഈ കരച്ചിൽ നിനക്ക് അന്ന് കരഞ്ഞായിരുന്നെങ്കിൽ ഇവൻ ഈ ഒരു ഗതി വരൂലായിരുന്നല്ലോ. അവൻ കള്ളു കുടിച്ച് വ്യഭിചരിച്ച് നടന്നപ്പോ നിനക്കൊന്ന് ഉപദേശിക്കാൻ പാടുണ്ടായിരുന്നില്ലേ? ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ട് എന്താണ് മോളെ കാര്യം? അവരിങ്ങനെ പതിയെ പതിയെ ആ കരച്ചിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ഭർത്താവ് മോശപ്പെട്ട ആളല്ല. എന്റെ ഭർത്താവ് രാത്രി സമയങ്ങളിൽ പോലും നിന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കിടക്കണ മനുഷ്യനാ, ഉറക്കമില്ലാതെ നിസ്കരിക്കുന്ന മനുഷ്യനാ. ഒരു ന്യൂനത പോലും എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് പറയാനില്ല കേട്ടോ. എന്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയരുത്. ഇത് കേട്ടപ്പോ നാട്ടുകാരൊക്കെ ഒന്ന് ചിരിക്കുകയാണ്. ഇവനെ കുറിച്ചല്ലേ നീ പറയണത്? ഇവൻ ആരാന്ന് ഞങ്ങൾക്കറിയാന്ന. അപ്പൊ ആ സഹോദരി വീണ്ടും പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് ഇടക്കിടക്ക് വേശ്യാലയങ്ങളിലേക്ക് പോവും. ഞാൻ ചോദിക്കട്ടെ, എന്റെ ഭർത്താവ് വ്യഭിചരിക്കുന്നത് കണ്ട ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? വ്യഭിചരിക്കുന്നത് കണ്ട ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്റെ ഭർത്താവ് കള്ളു കുടിക്കുന്നത് കണ്ട ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? ഇല്ല. പക്ഷെ വ്യഭിചാരശാലയിൽ പോണത് കണ്ടു, കള്ളു ഷാപ്പിലേക്ക് പോണത് കണ്ടു. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം. എന്റെ ഭർത്താവ് നന്നായി അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൂട്ടി വെച്ചിട്ട് ഇടക്കിടക്ക് വ്യഭിചാരശാലകളിലേക്ക് ചെല്ലും. എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളോട് ചോദിക്കും, ഇന്നത്തെ നിങ്ങളുടെ റേറ്റ് എത്രയാ? ആ പൈസ ഓരോരുത്തർക്കും വീതം വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, ഇന്ന് നിങ്ങൾ വ്യഭിചരിക്കരുത് കേട്ടോ, ഇന്ന് നിങ്ങൾ വ്യഭിചരിക്കരുത്. നേരെ വീട്ടിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ സുജൂദിൽ കിടക്കും, യാ റബ്ബി, നീ തന്ന പൈസ കൊണ്ടിട്ട് കുറച്ച് മനുഷ്യന്മാരെ വ്യഭിചാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എനിക്ക് പറ്റിയല്ലോ അല്ലാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇതേപോലെ പൈസ കൂട്ടി വെച്ചിട്ട് ഇടക്കിടക്ക് കള്ളുഷാപ്പിലേക്ക് പോവും. ഒരു വലിയ ബണ്ടിൽ നിറച്ച് മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ ബാക്കിൽ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ട് പറയും, അൽഹംദുലില്ലാ, ഇന്ന് ഒരുപാട് മനുഷ്യന്മാരെ മദ്യം കഴിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ നീ തന്ന പണം കൊണ്ട് എനിക്ക് പറ്റിയല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. ഒന്ന് ആലോചിച്ച് നോക്കിങ്ങള്. ഇത് കേട്ടപ്പോ സുലൈമാനുൽ ഖാനിയുടെ കണ്ണ് നിറയുന്നുണ്ട്. ഈ മനുഷ്യനെ കുറിച്ചാണ് ഈ ജനങ്ങൾ ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കിയത്. അപ്പോ ഭാര്യ പറയാണ്, ഞാനൊരു ദിവസം ഇങ്ങനെ ചോദിച്ചു മൂപ്പരോട്, അല്ല, സംഗതി നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ ജനങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കണേ നിങ്ങളെക്കുറിച്ച്? ജനങ്ങൾ എന്താ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? നിങ്ങൾ മരിച്ചു കിടന്നാൽ ഒരു മനുഷ്യക്കുഞ്ഞ് നിങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ വരൂല കേട്ടോ. അന്ന് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ ആരും വന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് ഈ നാടിന്റെ ഖലീഫയെ ഇവിടെ കൊണ്ടുവരും. സുലൈമാനുൽ ഖാനൂനി അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം ഇങ്ങനെ കരഞ്ഞോണ്ട് പറയാൻ, സഹോദരി, എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഈ നാടിന്റെ ഖലീഫയായ ഉസ്മാനി ഖിലാഫത്തിലെ എംപയറായ സുലൈമാനുൽ ഖാനൂനിയാണ്. ഇന്ന് രാവിലെ ഒരു ഉൾവിളി എന്നോണം ഈ നാട്ടിലേക്ക് ഞാൻ എത്തിയതാണ്, എന്റെ റബ്ബെന്നെ ഇങ്ങോട്ട് എത്തിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം വേഗം വിളിച്ചു പറയുന്നുണ്ട്, പട്ടാളക്കാർക്ക് ആജ്ഞ കൊടുക്കാൻ, ഒരാളും ഇന്ന് ജോലി ചെയ്യരുത്, എല്ലാവരും ജോലി മതിയാക്കിയിട്ട് മയ്യത്ത് നിസ്കാരത്തിന് ഇവിടെ എത്തിക്കൊള്ളണം.
ആ നാട് കണ്ട, തുർക്കി കണ്ട ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം അതായിരുന്നു എന്നാണ്. ഉസ്മാനി ഖലീഫമാരെ ഖബറടക്കം ചെയ്യുന്ന അതേ ഖബർസ്ഥാനിൽ ആ മനുഷ്യന്റെ മയ്യത്തും കൊണ്ടുപോയി അവർ ഖബറടക്കുന്നുണ്ട്. ചരിത്രങ്ങളിൽ കാണാം. നമ്മുടെ പൂർവികരായ മനുഷ്യർ മറ്റൊരാൾക്ക് ഗുണം ലഭിക്കുന്നതിന് വേണ്ടി സ്വന്തം അപമാനിക്കപ്പെടാൻ പോലും തയ്യാറായിരുന്നു എന്നാണ്, അല്ലെ? മറ്റൊരാളുടെ പ്രയാസം നീങ്ങലാണ് എന്റെ ലക്ഷ്യം. അവന് നന്മ ചെയ്യുമ്പോൾ നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയുന്നുള്ള ചിന്തയൊന്നും നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നേരായ പാത ഏതാണ്? അത് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളുടെ പാതയാണെന്ന് ഖുർആൻ. അമ്പിയാക്കളുടെ പാതയാണ്, ഔലിയാക്കളുടെ പാതയാണ്, സ്വാലിഹീങ്ങളുടെ പാതയാണ്, സുദ്ദീഖീങ്ങളുടെ പാതയാണ്. അവരെല്ലാവരും ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും അഗതികളുടെ, അനാഥരുടെ, പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ മുന്നിട്ടിറങ്ങിയാൽ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പോരാളിയെ പോലെയാണ് അവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ കേരള സ്റ്റോറീസ് 2ാം പാട്ട് ഇറങ്ങിയപ്പോ ഈ ജിഹാദ് എന്ന വാക്കിനെയൊക്കെ എത്രമേൽ വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെയുള്ള മുസ്ലിമിനെയും ഹൈന്ദവനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് വീണ്ടും വീണ്ടും കുതന്ത്രങ്ങൾ മെനയുകയാണ്. ബീഫ് നിർബന്ധപൂർവം കഴിപ്പിക്കുന്ന മുസ്ലിംകളാണത്രേ. ഇവിടെ മുസ്ലിങ്ങൾ കഴിക്കാൻ തന്നെ തികയണില്ല. എത്രമാത്രം വലിയ ദുരാരോപണങ്ങൾ! അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം എന്താണ്? നമുക്ക് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് തോന്നൂല എന്ന് മുമ്പ് നമ്മൾ പറയുമായിരുന്നെങ്കിലും ഇപ്പൊ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഉത്തരേന്ത്യയിലെ അവസ്ഥ ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ കണ്ടില്ല, ഒരു മനുഷ്യൻ ട്രെയിനിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ അത് കണ്ടിട്ട് ആർക്കെങ്കിലും വലിയ ഉപദ്രവമുണ്ടോ? ഒരു മനുഷ്യൻ എവിടെയോ ഒതുങ്ങിയിരുന്ന് അവന്റെ കയ്യിലുള്ള ഖുർആൻ എടുത്ത് അവൻ ഓതുകയാണ്. ആർക്കാണ് അതിന് പ്രയാസം ഉണ്ടായത്? ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്? ആ മനുഷ്യന്റെ മേലെ കിരച്ചു കയറി ആ പാവം മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഈ നരാധമന്മാർ. ഇതൊക്കെ കൊണ്ട് കിട്ടുന്നതിന്റെ പരിണിത ഫലമാണ്. ഇതൊക്കെ കൊണ്ട് കിട്ടുന്നതാണത്. ഇങ്ങനെ മുസൽമാനെയും ഹൈന്ദവനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും തമ്മിലടിപ്പിച്ചിട്ട് അതിൽ നിന്ന് വോട്ട് ബാങ്ക് നെയ്തെടുക്കുന്ന ഈ നെറികെട്ടവന്മാരെ തിരിച്ചറിയാൻ ഇനിയും നമുക്ക് പറ്റിയിട്ടില്ലേ? എന്തുകൊണ്ട് മറ്റു പല സ്റ്റേറ്റുകളും ഈ മോശം സിനിമ നിരോധിക്കുന്നില്ല? ഇതിനൊക്കെ എങ്ങനെയാണ് അനുവാദം കൊടുക്കുന്നത്? ഇവിടെയെല്ലാം നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അവസാന കാലത്ത് മോനെ മുസ്ലിം എന്ന് പറയുന്നത് കയ്യിൽ ഇങ്ങനെ തീപ്പന്തം അല്ലെങ്കിൽ തീക്കല്ല്, കനൽക്കട്ട വെച്ച് നടക്കുന്നത് പോലെയാണ്. അത്ര ബുദ്ധിമുട്ടാണ് ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനേ. അത്രമേൽ ബുദ്ധിമുട്ടാണ്. നിന്റെ കയ്യിലേക്ക് ഒരു തീയിന്റെ കഷ്ണം, ഒരു കനലിന്റെ കട്ട വെച്ച് തന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് എറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയമാണല്ലേ. പക്ഷെ ഇസ്ലാം എറിഞ്ഞു കളയാൻ പറ്റൂല. എന്നാൽ മുസ്ലിമായി ജീവിക്കൽ അത്രമേൽ വലിയ പ്രതിസന്ധിയാണ് നിനക്ക് ഉണ്ടാക്കി തീർക്കുക സയ്യിദുനാ റസൂലുള്ളാഹ്. ആ സമയത്ത് നമ്മളായി മാറിയാൽ മതി. നമ്മൾ അള്ളാന്റെ അബദായി മാറിയാൽ മതി. നമ്മൾ മറ്റു പലതിന്റെയും അടിമയാണ്. ഇപ്പോ അള്ളാന്റെ അടിമയായി മാറിയാൽ മതി. റബ്ബിന്റെ അടിമയായി കൃത്യമായ ബോധ്യത്തിലൊന്ന് നിന്നുകൊടുത്താൽ നമുക്ക് കാവലായി റബ്ബുണ്ടാകും. എന്റെ ഈ നെറികെട്ട അധികാരമോഹികളെല്ലാം നമുക്ക് തലക്ക് മുകളിൽ വരുന്നത് ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മോശമായതുകൊണ്ടാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഉമ്മത്തിന് ബലം നൽകുമാറാകട്ടെ. പറഞ്ഞു വന്ന വിഷയം, ജിഹാദ് എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ കാണുന്ന ആ ഒരു യുദ്ധം മാത്രമൊന്നുമല്ല. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിക്കപ്പെട്ട ജിഹാദ് അതേതാ? അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവന്മാര് ഈ ഹിന്ദുക്കളായ പെൺകുട്ടികൾ ഏതോ സലീം കണ്ണ് കാണിച്ചപ്പോഴത്തേക്ക് അവന്റെ പിന്നാലെ പോയി എന്നാ പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഹിന്ദുക്കളായ കുട്ടികൾ. ഞങ്ങൾ മനസ്സിലാക്കിയ ഹൈന്ദവരായ സഹോദരിമാരൊന്നും അങ്ങനെയല്ല. അത്രമേൽ ആത്മാഭിമാനമുള്ളവരാണ് ഇവരൊക്കെ. ഇവരുടെ സമൂഹത്തെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ വൾഗറായി ചിത്രീകരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് കൈയടിക്കാൻ ഈ സംഘികൾക്കല്ലാതെ മനുഷ്യജന്മത്തിൽ പിറന്നൊരു ഒരൊറ്റ കുട്ടിക്കും കഴിയില്ല എന്ന് ഞാൻ തിരിച്ചറിയാൻ, അല്ലേ? അതല്ലേ നമുക്കൊരു തിരിച്ചറിവ് വേണമല്ലോ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് അത് ദീനിനു വേണ്ടി നമ്മുടെ ശരീരത്തോടുള്ള ജിഹാദാണ്. നമ്മുടെ ശരീരത്തെ മെരുക്കി നിർത്തലാണ്. ഈ നോമ്പ് ഏറ്റവും വലിയ ജിഹാദാണ്. നമ്മൾ പറഞ്ഞല്ലോ, നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പട്ടിണി കിട്ടിട്ട് ഇപ്പൊ അള്ളാഹ്ക്ക് എന്ത് കിട്ടാനാ? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കാനാണ് നോമ്പ്, അല്ലാതെ നിങ്ങളെ പട്ടിണി എടുത്ത് അടങ്ങാറാക്കാനല്ല. അല്ലാതെ രാവിലെയും വൈകുന്നേരവും വയറു നിറയെ ഫുഡ് കഴിച്ച് ഈ നോമ്പ് കഴിയുമ്പോഴേക്ക് നിങ്ങളെ കൊളസ്ട്രോളും ഷുഗറും കൂടി നിൽക്കുന്ന വലിയ രോഗികളാക്കി മാറ്റാനൊന്നും അല്ല നിങ്ങൾക്ക് നോമ്പ് എന്നത്.
നിങ്ങളെ മുത്തഖീങ്ങളാക്കാനാ, നല്ല സ്വഭാവമുള്ളവരാക്കാനാ, നഫ്സമ്മാറയോട് പടപുരുതിയിട്ട് നഫ്സ് മുത്തുമൈനയിലേക്ക് എത്താനാണ് നിങ്ങൾക്ക് ഈ നോമ്പ് തന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരിക. നമ്മൾ വിചാരിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങ് പട്ടിണി കിടന്നാൽ നേരെ റയ്യാനിലേക്ക് അങ്ങ് നടന്നു കയറാന്നാ. അല്ല. അള്ളാന്റെ കാരുണ്യം കിട്ടണോ? അള്ളാഹുവിന്റെ എല്ലാ അടിമകളോടും ഇവൻ മൃഗങ്ങളോട് പോലും കാരുണ്യമുള്ളവരായി മാറിയെങ്കിലേ ആ റയ്യാൻ നമുക്ക് ലഭിക്കുമെന്നാണ് ഹബീബ് റസൂലുള്ളാഹ് തങ്ങളുടെ ഒരു ഹദീസ് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതല്ലേ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹ് പറയുന്നെന്താ? ഞാൻ രോഗിയായപ്പോ, ഞാൻ പട്ടിണി കിടന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? പടച്ചോനെ, നീ എങ്ങനെയല്ല രോഗിയാവുക? നീ റബ്ബുൽ ആലമീനല്ലേ അല്ലാ. നിനക്ക് രോഗം വരുമോ? നിനക്ക് പട്ടിണി ഉണ്ടാവോ? അടിമകളെ, ഞാൻ രോഗിയാവാന്ന് പറഞ്ഞാല് ഇന്നാലിന്ന സ്ഥലത്ത് എരമത്ത് ഇന്നാലിന്ന മൂലയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ രോഗിയായി കിടന്നപ്പോ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്റെ വീടിന്റെ പണി വല്ലാതെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുക, നീ തിരിഞ്ഞു നോക്കിയില്ല, നീ അവന് ഭക്ഷണം കൊടുത്തിട്ടില്ല. എന്തിനാ നിന്റെ നിസ്കാരം ഇരിക്ക്? എന്തിനാ നിന്റെ നോമ്പിനിക്ക്? അള്ളാഹു അതൊക്കെ വലിച്ചെറിയുന്ന ഒരു ഘട്ടം വരാനുണ്ട്. പാവപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോ, ഒരു രോഗി അവിടെ തളർന്നു കിടക്കുമ്പോ അള്ളാഹു അത് ഉപമയാക്കുന്നത് സ്വയം രോഗിയായതിലൂടെയാണ്, സ്വന്തം രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു രോഗിയെ സന്ദർശിച്ചാൽ അള്ളാഹനെ കാണാൻ പോകുന്നത് പോലെയാണ്. റസൂലുള്ളാഹ് അത്രമേൽ അവരെ ചേർത്ത് പിടിക്കണം. പൈസ ഒന്നും കയ്യിലില്ലെങ്കിലും നടത്തു പോയിരുന്നാ മതി. നിങ്ങൾ കിടന്നിട്ടുണ്ടോ? ഞാനൊരു 6 മാസം കിടന്നിട്ടുണ്ട്. ആ സമയത്ത് വേണ്ടത് പൈസയൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് ആഗ്രഹിച്ചത് പൈസയുമല്ല. ആ സമയത്ത് ആഗ്രഹിക്കുന്നത് ഒറ്റക്കാരിയാണ്. രോഗി എന്താ, ഒരു 2 ആഴ്ച കഴിയുന്നത് വരെ എല്ലാവരും ഉണ്ടാവും. അന്ന് വലിയ ആക്സിഡന്റ് ആയതുകൊണ്ട് 1-2 ആഴ്ചയൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു. 1 മാസം കഴിയുമ്പോൾ അടുത്താരുണ്ടാവുക? അന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ 2 വർത്താനം പറഞ്ഞിരിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒന്നും വേണ്ട. എത്ര നേരം മൊബൈലിൽ നോക്കിയിരിക്കും മനുഷ്യന്മാരെ? ഒരു മനുഷ്യന്റെ മനസ്സറിഞ്ഞ് അവനിലേക്ക് ചെല്ലണമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉള്ളിലൊരു സേവകൻ ഉണ്ടാകണം. അത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം സേവനം. എന്തിനാ സേവനം? അത് ഞാൻ വലിയ ആളാണ്, അതല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഉള്ളിൽ സേവകൻ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ സമ്പന്നരോടൊപ്പം ഇരിക്കുന്നതിനേക്കാളേറെ പാവപ്പെട്ടവരോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്തണം. അതും ആ നബിതങ്ങളുടെ ഒരു ദുആയില്ലേ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന. പടച്ചോനെ, എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കണേ. പാവപ്പെട്ടവരെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിന്റെ പ്രാർത്ഥന പോലും നാളെ മരിച്ചു ചെല്ലുമ്പോ ഞാൻ പാവപ്പെട്ടവരോടൊപ്പമായിരിക്കണം അല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമേൽ മനോഹരാണ് ആ ഹബീബായ തങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലേ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. അവിടുത്തെ ജീവിതത്തിലെ സമയം മുഴുവൻ നീക്കിവെച്ചത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില സമയത്തൊക്കെ നബിതങ്ങളുടെ കൈകാര്യകർത്താവായിട്ട് ഞാൻ മാറുകയും, ചില സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം മേടിക്കാനൊക്കെ എന്നോട് പറയലുണ്ട്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ഞാനാണെന്നാ. നബിതങ്ങളുടെ മുമ്പിൽ ഒരാളൊരു ആവശ്യം പറഞ്ഞെത്തിയാൽ ഇല്ല എന്ന് പറയില്ലായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. ആരെങ്കിലുമൊക്കെ ആവശ്യം ചോദിച്ചു വരും, നേരെ എന്റെ മുഖത്തേക്ക് നോക്കും. ആര്? സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ മുഖത്തോട്ട് നോക്കും. ബിലാലിന്റെ കയ്യിൽ വല്ലതുണ്ടോ? അബിസീനിയക്കാരനായ അടിമയായിരുന്നു ബിലാൽ. ഒന്നുമില്ല ബിലാലിന്റെ കയ്യിൽ. എന്നിലേക്ക് നോക്കും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കടം വാങ്ങിയിട്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കും. എന്തിനാ കടം മേടിക്കണേ? മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ ഇങ്ങനെ ധാരാളം കടം മേടിക്കണം കണ്ടപ്പോ ആ നാട്ടുകാരനായ ഒരു ജൂതൻ എന്നോട് പറഞ്ഞു, ബിലാലെ, നിന്റെ നേതാവിന് കുറെ പൈസയുടെ ആവശ്യമുണ്ടല്ലോ, ഞാൻ കടം തന്നോളാം, എന്നോട് ചോദിച്ചോട്ടോ. അത് കേട്ട് ഞാൻ പലതവണ അയാളിൽ നിന്ന് കടം വാങ്ങി തിരിച്ചു കൊടുത്തു. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ സങ്കടം തീർക്കാൻ വേണ്ടി എന്നിലേക്ക് നോക്കിയപ്പോ ഞാൻ 1 മാസത്തെ അവധി പറഞ്ഞിട്ട് കുറച്ച് പൈസ വാങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ പള്ളിയിൽ വന്നിട്ട് ബാങ്കിന് വേണ്ടി വുദു എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ കുറച്ച് ആളുകളെയും കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരികയാണ്. യാ ഹബ്ശി, അടിമയായ അബിസീനിയക്കാര എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെടുത്തിട്ട് വിളിക്കാൻ. എവിടെ എൻ്റെ പൈസ? എവിടെ ബിലാൽ? എവിടെ പൈസ? എവിടെ? ഡേറ്റ് ആയില്ലല്ലോ. ഉടനെ എൻ്റെ പൈസ തന്നില്ലെങ്കിൽ നിന്റെ അടുത്ത് വന്നു, ഇനി പോണത് നിന്റെ നേതാവിൻ്റെ അടുക്കലേക്കായിരിക്കും. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാതെ
നാണം കെട്ടുപോയൊരവസ്ഥ, വല്ലാതൊരു പ്രയാസത്തിലായിപ്പോയി. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ബിലാൽ ഇങ്ങനെ പയ്യെ പിറകെ പോവാ. വീട്ടിലെത്തി, യാ റസൂലല്ലാഹ്, ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എടുത്തു കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു പോരുമ്പോൾ ഒരു ആത്മകഥം എന്നോണം ബിലാൽ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, എടുത്തു തരാൻ അങ്ങയുടെ കയ്യിലുമില്ല, എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിലുമില്ലല്ലോ. പോകുന്ന വഴിക്ക് ഒറ്റ ചിന്തയുള്ള മനസ്സിൽ, നേരം വെളുക്കുമ്പോഴേക്ക് അയാളുടെ കടം തീർക്കണം. ഇന്ന് ആ മനുഷ്യൻ വന്നത് എന്റെ അടുക്കലേക്കാണെങ്കിൽ നാളെ അയാൾ പോവുക എന്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കായിരിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റൂല. സയ്യിദുനാ ബിലാൽ വീട്ടിലൊന്നുമില്ല, കുറച്ച് ചെറിയ പടയങ്കിണ്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് പണയം വെച്ചിട്ടോ വിറ്റിട്ടോ എങ്ങനെയാണെങ്കിലും ആ കടം തീർക്കണമെന്ന് തിരിച്ചറിയുന്ന സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. നേരം വെളുത്തപ്പോൾ ഒരു മനുഷ്യൻ വന്ന് വിളിക്കുന്നുണ്ട്, ബിലാൽ, നിങ്ങളെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരണം. ബിലാൽ ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? 3 ഒട്ടകങ്ങളൊക്കെയാണ്. 3 ഒട്ടകങ്ങളുണ്ട്. 3 ഒട്ടകങ്ങളുടെ പുറത്ത് സമ്പത്തുണ്ട്. ആരോ സമ്മാനിച്ചതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ബിലാലിനോട് പറയുന്നുണ്ട്, ബിലാൽ സന്തോഷിക്കൂ, ബിലാൽ സന്തോഷിക്കൂ, കടം മുഴുവൻ തീർക്കണം. മാത്രമല്ല, നമ്മുടെ ഈ മദീനയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, താമസിക്കാൻ ഒരു ഇടമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ ഈ പൈസ ഈ സമ്പത്ത് നിങ്ങൾ വീതം വെച്ച് കൊടുക്കണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ പൈസ കൊടുത്ത് കടമൊക്കെ വീട്ടി ബാക്കി കുറെ ആളുകളൊക്കെ സഹായിച്ചു. ളുഹറായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊടുത്തു തീർത്തോ? ഇല്ല നബി, ഇനിയും ബാക്കിയുണ്ട്. കൊടുത്തു തീർത്തില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകില്ല കേട്ടോ സയ്യിദുനാ റസൂലുള്ളാഹി. അത് ബിലാൽ വലിയ കാര്യമൊക്കെ എടുത്തില്ല. നബി തങ്ങൾ അങ്ങനെ ഒരു തമാശ പറയാണെന്ന് എഴുതി. ഇശാ നിസ്കാരമായപ്പോഴത്തേക്കും ഇശാ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി അവിടെ ഇരിക്കാൻ, നബിയെ വീട്ടിലേക്ക് പോകുന്നില്ലേ? കൊടുത്തു തീർത്തോ? ഇല്ല നബിയെ, ഞാൻ പോകില്ല എന്ന് പറഞ്ഞില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി. അവിടത്തേക്ക് ആവശ്യമില്ലാഞ്ഞിട്ടാണോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തുടർച്ചയായിട്ട് 2 മാസം ഞങ്ങളുടെ വീട്ടിൽ അടുപ്പ് പോഞ്ഞിട്ടില്ല. അപ്പൊ എന്താ കഴിച്ചത്? ഈത്തപ്പഴവും വെള്ളവുമായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും ചെല്ലുന്നുണ്ട് നബി തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക്. പാപ്പ എപ്പോഴും വരും മോളെ കാണാനായിട്ട്. അന്നത്തെ വാപ്പാട നൃത്തത്തിൽ വല്ലാത്തൊരു പ്രയാസം തോന്നാണ് ഫാത്തിമ ബീവിക്ക്. ഉപ്പ, അവളെ കഴിക്കാൻ വല്ലതുണ്ടോ? വല്ലാത്ത വിശപ്പുണ്ട്. അന്ന് ആ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല, മക്കള് കഴിച്ചിട്ടില്ല, ഫാത്തിമ ബീവി കഴിച്ചിട്ടില്ല, അലിയാര് കഴിച്ചിട്ടില്ല. അവിടെ നിന്നിറങ്ങി ഓരോ ഭാര്യമാരുടെയും വീട്ടിലേക്ക് പോയി. എല്ലായിടത്തും പട്ടിണിയായിരുന്നു. അങ്ങനൊരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നേതാവിനോട് ജിബ്രീൽ ചോദിക്കുന്നില്ലേ, നബിയെ കാണുന്ന ഉഹദുമല്ല സ്വർണ്ണാക്കി തരട്ടെ, അള്ളാഹ് അനുവാദം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട ജിബ്രീൽ, എനിക്ക് എൻ്റെ ഉമ്മത്തിലെ പാവപ്പെട്ടവരുടെ കൂടെ നടക്കാനാണ് ഇഷ്ടം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾക്ക് ഈ പൈസ എടുത്തു വെക്കായിരുന്നല്ലോ, ചെയ്തില്ല. എൻ്റെ സമുദായത്തിലെ ഒരൊറ്റ കുഞ്ഞും പട്ടിണി കിടക്കാൻ പാടില്ല. ഞാൻ പട്ടിണി കിടന്നാലും എൻ്റെ സമുദായത്തിലെ എൻ്റെ ഉമ്മത്തിലെ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. അത് മുഴുവൻ തീർത്തു എന്ന് ബിലാൽ ഓടി വന്ന് പറയുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ? നമ്മൾ അങ്ങനെ ആകണമെന്നേ. ഒരാളെ സഹായിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിലേക്കല്ല നോക്കേണ്ടത്, അവന്റെ ആവശ്യത്തിലേക്കാ. ഈ റസൂലുള്ളാഹിനോട് ഇങ്ങനെ ആളുകൾ വന്ന് ചോദിക്കുന്നത് കണ്ടപ്പോ മാറ്റി നിർത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വഴക്ക് പറയും, നിങ്ങൾക്ക് എന്തിനാ പണി ചെയ്യണേ? നബി തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? എന്നിട്ടും ചോദിച്ചാൽ റസൂൽ എങ്ങനെയെങ്കിലും ഒക്കെ അത് തരും. എന്തിനങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് പോലും ചോദിച്ചിട്ടുണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി ഈ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു റളിയല്ലാഹു അൻഹു? ഒരാൾ ഒന്ന് പറയാ, മദീനയുടെ മൂലയിൽ ഗ്രാമപ്രദേശത്ത് ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പറ്റൂല. കിടന്ന കിടപ്പിലാണ് അവരിങ്ങനെ മലമൂത്ര വിസർജനമൊക്കെ നടത്തുന്നത്. ആരും സഹായിക്കാനില്ല. ഞാനുണ്ട്, സങ്കടപ്പെടണ്ട. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഓടുകയാണ് വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. വീടടിച്ചു വാരണം. ആരെ പറയണേ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ എൻ്റെ അഭിമാനം, എൻ്റെ പ്രസ്റ്റീജ്, ഞാൻ വലിയ ഉമറാണ് അതല്ല. മറ്റൊരാളുടെ സങ്കടം കണ്ടാൽ ആ സങ്കടം തീർക്കലാണ് എൻ്റെ സന്തോഷം, അതാണ് എൻ്റെ ഇസ്സത്ത്. അങ്ങനെയായിരുന്നു സ്വാലിഹീങ്ങൾ. ഓടിച്ചെന്നിട്ട് ആ സഹോദരിയെ കുളിപ്പിക്കണം. അവരുടെ മലമൂത്ര വിസർജനം അവിടെ ആയിട്ടുണ്ടെങ്കിൽ അത് കൈകൊണ്ട് തുടച്ചു മാറ്റണം. അതിനൊക്കെ വേണ്ടി ഓടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി അവരുടെ മലവും മൂത്രവും പോലും ഏതൊരു മനുഷ്യൻ വന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്.
ആരാണ് ഈ പണി ചെയ്തത്? സങ്കടായിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം ഇതാരാണെന്ന് കണ്ടുപിടിക്കണം. പിറ്റേന്നും പോയി നോക്കിയപ്പോൾ അത് ക്ലീൻഡാണ്. പിന്നെ അടുത്ത ദിവസം പോയി നോക്കാണ്. നേരത്തെ അവിടെ ചെല്ലുമ്പോണ്ട് ആ നാടിന്റെ ഖലീഫയായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അവിടെ വന്നിട്ട് ആ വീടടിച്ചു വരുന്നത്, ആ സഹോദരിയെ കുളിപ്പിക്കുന്നത്, അവരുടെ മലവും മൂത്രവും കോരുന്നത്. സുബ്ഹാനക യാ റബ്ബ്. ഒന്നാം ഖലീഫയുടെ മുമ്പിൽ നന്മക്ക് വേണ്ടി രണ്ടാം ഖലീഫ തോറ്റുപോയ കാര്യം. നന്മയിൽ മത്സരിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ലേ സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാളുടെ സാഹചര്യം തിരിച്ചറിഞ്ഞ് സഹായിക്കുക, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് ജിഹാദിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി. അത് ശത്രുക്കളോടാണെങ്കിലും നമ്മളിപ്പോൾ അള്ളാഹിനോട് പടച്ചോനെ നീ എനിക്ക് കരുണ ചെയ്യണേ അള്ളാന്ന് പറയുമ്പോൾ എന്തോരം തെറ്റ് നമ്മൾ അള്ളാഹിനോട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടല്ലേ നമ്മൾ അള്ളാഹിനോട് ചോദിക്കണേ? എന്നിട്ട് എന്തേ നമുക്ക് കാരുണ്യം അനുഭവിക്കാൻ പറ്റാത്തത്? അള്ളാഹിന്റെ സ്വഭാവം നമ്മളിൽ ഇല്ലാത്തതിന്റെ പേരില്ല. ഇന്നും ഈ റമദാനിലും എത്രയോ അയൽവാസികൾ തമ്മിൽ മിണ്ടുന്നില്ല. ഇക്കൂട്ടത്തിലില്ല. നിങ്ങൾ പറയും, നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞാൽ മതി. എത്ര അയൽവാസികൾ പരസ്പരം മിണ്ടുന്നില്ല? എത്ര കുടുംബക്കാർ കണ്ടാൽ സലാം പോലും പറയാതെ നടക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾക്ക് റമദാൻ? എന്തിനാ ഈ നിസ്കാരം? ഇതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എവിടെയാ വെക്കാൻ പോകുന്നത്? ഏത് റബ്ബിന് വേണം നിങ്ങളുടെ നിസ്കാരം? ഫവൈലുൻ ലിൽ മുസല്ലീൻ. അമ്മാതിരി നിസ്കാരം നിസ്കരിക്കുന്നവർക്ക് നാശം. നിസ്കരിച്ച് നാശം വാങ്ങുന്ന ആളുകളായിട്ട് മാറണം നമ്മൾ. അള്ളാന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ നമ്മുടെ തലയിൽ ഉദിച്ചിട്ടുള്ള ഈ പിണക്കങ്ങളൊക്കെ അങ്ങ് മറക്കണം, പൊരുത്തപ്പെട്ടു കൊടുക്കണം. മിണ്ടാത്തവരോട് പോയി ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയണം. ആ ബന്ധങ്ങളൊക്കെ മനോഹരാകട്ടെ. എന്നിട്ട് അള്ളാന്റെ മുമ്പിൽ വന്ന് നിസ്കരിച്ചു നോക്കിയേ, സമാധാനം അവിടെ ഉണ്ടാവും. ഈ വഴക്കും വിദ്വേഷവും അസൂയയും കുശുമ്പും അഹങ്കാരവും കൽബിൽ ഇങ്ങനെ തിക്കി നിറച്ചു വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് പടച്ചോനെ കളിയാക്കലല്ലേ? അവിടെ എനിക്ക് വലുത് ഞാനാണ്, അല്ലാഹ് അക്ബർ ആയിട്ടില്ല. നമ്മൾ ഈ പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ് വലുതാവാൻ. നമ്മളാ പറയുന്നതിന്റെ അർത്ഥം എന്താ? എനിക്കേറ്റവും വലിയവൻ അല്ലാഹുവാണ്. ഇത് പറയുമ്പോൾ എന്റെ കൽബിൽ കച്ചവടാണ്, ഇത് പറയുമ്പോൾ എന്റെ കൽബിൽ മറ്റുള്ളവനോട് ദേഷ്യമാണ്, ഇത് പറയുമ്പോൾ എന്റെ കൽബിൽ അഹങ്കാരാണ്. ഞാനാണ് അവിടെ അക്ബർ ആയിട്ടുള്ളത്, അല്ലാഹ് അക്ബർ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിസ്കാരം ഒന്നും കിട്ടാത്തത്. അല്ലാഹ് അക്ബർ ആകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ വിദ്വേഷങ്ങളൊക്കെ പോണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അബൂജഹൽ രോഗിയായി എന്ന് കേട്ടു. ആരെ അബൂജഹൽ? ആരാ? അത്രയും ക്രൂരത ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തവനല്ലേ അബൂജഹൽ? നമ്മൾ പറഞ്ഞിട്ടില്ലേ? അബൂജഹൽ രോഗിയായി എന്ന് കേട്ടപ്പോ ആദ്യം മദീന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്തിന്? അബൂജഹലിനെ സന്ദർശിക്കാൻ, അബൂജഹലിന് സാന്ത്വനം പറയാൻ, അബൂജഹലിനെ ചേർത്ത് പിടിക്കാൻ. ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലിന്റെ അടുക്കലേക്ക് അവൻ രോഗിയായി നിറഞ്ഞപ്പോ സന്ദർശിക്കാൻ ഓടുന്ന ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ തിരിച്ചറിയണം. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചർച്ച ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ തല്ലിക്കൊന്നൊരു മനുഷ്യനുണ്ട്, മധു, അല്ലേ? ആ മധുവിന്റെ സഹോദരിയുടെ ഒരു ചർച്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാൻ. എന്താ മധു ചെയ്ത തെറ്റെന്താ? എന്തിനും അത് മോഷ്ടിച്ചു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കള്ളനെ കണ്ടാൽ അടിച്ചെന്ന് കൊന്നേക്കണം എന്ന്. അവൻ എന്തുകൊണ്ട് മോഷ്ടിച്ചു? എന്തിനു മോഷ്ടിച്ചു? വിശന്നപ്പൽപ്പം ഭക്ഷണം എടുത്തതിന്റെ പേരിൽ തല്ലിക്കൊന്ന മലയാളികൾ. നമ്മൾ വലിയ ആളുകളായിട്ട് ഇങ്ങനെ നടക്കാൻ. സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറ ഒരിക്കലും വീട്ടിലേക്ക് വരുമ്പോ വീടിങ്ങനെ തുറന്നു കിടക്കുക, ആരുമില്ലാത്ത വീട് തുറന്നു കിടക്കുക. പതിയെ അകത്തേക്ക് ഇങ്ങനെ കയറി നോക്കുമ്പോ ഒരു കള്ളനുണ്ട്. കള്ളൻ ഗോതമ്പ് മോഷ്ടിക്കുന്നത് കാണാൻ. വീടിന്റെ യജമാനെ കണ്ടപ്പോ കള്ളൻ ഇങ്ങനെ തരിച്ചു നിൽക്കാൻ. പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യാൻ വന്നല്ല. ആര്? മലയാളി പറയാൻ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഇതല്ലേ അള്ളാന്റെ സ്വാലിഹീങ്ങളുടെ വഴി. എന്നിട്ട് ആ കവറിങ് മേടിച്ച ചാക്കിങ്ങനെ മേടിച്ചിട്ട് പറഞ്ഞു, ഇത് തോല് കളയാത്ത ഗോതമ്പാണ്, ഇത് കൊണ്ടുപോയാലും മോൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. തോല് കളഞ്ഞ നല്ല ഗോതമ്പുണ്ട്, അത് ഞാൻ എടുത്തുതരാം. അതെടുത്തു കൊടുത്തു. എന്നിട്ട് പറയാം, ഇപ്പൊ പുറത്തേക്ക് ചാക്കും കൊണ്ടുപോണത് കണ്ടാലേ ആളുകൾ ചിലപ്പോ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കും. ഇങ്ങനെ ആളുകൾ ചിലപ്പോ കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാനും വരാം. ആ നാട് കടത്തിക്കൊണ്ടുപോയ സയ്യിദുന അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു. അതാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഈ മാർഗാണ് നമ്മളോട് പിന്തുടരാൻ പറയണത്. ഈ മാർഗം തരണേ അല്ലാഹ് ഈ ദ്വാരക്കണത്. ഇത് തിരിച്ചറിയാതെ പിന്നെ എങ്ങനെ കിട്ടാനാണ്? അപ്പൊ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളൊക്കെ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം നടന്നവരാ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ മുഖത്ത് മറ്റൊരാളെ കാണുമ്പോൾ വിടരുന്ന പുഞ്ചിരി പോലും സ്വതക്കയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വതക്കയാണ്. ആ ചിരിക്കാൻ പോലും മടിയാണ് നമ്മിൽ പല ആളുകൾക്ക്. അവളില്ല ഗൗരവത്തിൽ എന്താടാ എന്ന് ചോദിച്ചാലാണ് വലിയ ആളാവുന്നില്ല. ചിരിക്കണം. ഹബീബായ തങ്ങളുടെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്നൊരു പുഞ്ചിരി. ഇതൊന്നും മാതൃകയാക്കാൻ പറ്റാതെ ഈ ഹദീസൊക്കെ വെറുതെ പഠിച്ചുകൊണ്ട് നടക്കാനാണോ? ഈ റമദാൻ നമ്മളെ അടിമുടി മാറ്റണം.
കേവലം പട്ടിണി കിടന്ന് ഇതാണ് നോമ്പ് എന്ന് തെറ്റിദ്ധരിച്ചവർ. വെറും പട്ടിണി കിടക്കലല്ല, നമ്മളെ മുത്തഖിയാക്കലാണ് അള്ളാന്റെ ലക്ഷ്യം. അള്ളാഹുവിന്റെ താല്പര്യം ഈ റമദാൻ കൊണ്ട് നമ്മൾ മുത്തഖിയാകലാണ്. ഞാൻ പരിശ്രമിക്കും ഇൻഷാ അള്ളാ. ആ ബോധ്യത്തിലായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. നമ്മൾ ഈ റമദാനിൽ ഒരാളുടെയും കുറ്റവും കുറവും നോക്കാൻ നമ്മൾ നടക്കണ്ട. അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ അവിടെ ഇവിടെയും പോയിരുന്ന ഒരാളുടെയും പച്ച ഇറച്ചി തിന്നാൻ നിൽക്കരുത്. നമ്മൾ ആ നോമ്പൊക്കെ കൊണ്ടുപോയി വെള്ളത്തിൽ കലക്കുന്നത് പോലെയാണത്. ഇനി ആരെങ്കിലും കുറ്റം പറയുന്നത് കണ്ടാൽ നമ്മൾ അവിടെ പോയിരുന്ന് കേൾക്കാനും പോകരുത്. നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാ. അങ്ങനെ നമ്മൾ സ്വയം ഒന്ന് സ്ഫുടം ചെയ്തെടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.